ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എഫ് ബി ആഡ്സ് അക്കൗണ്ട് റിസ്ട്രിക്റ്റഡ് ആവുന്നതാണ്. അപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആഡ്സ് അക്കൗണ്ട് റിസ്ട്രിക്റ്റഡ് ആയി പോകുന്നു, എന്തൊക്കെ ചെയ്തിട്ടും പെട്ടെന്ന് റിസ്ട്രിക്റ്റഡ് ആയി പോവുകയാണ്. കുറച്ച് പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ആഡ്സ് അക്കൗണ്ട് റിസ്ട്രിക്റ്റഡ് ആയി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് എഫ് ബി ആഡ്സ് റിസ്ട്രിക്റ്റഡ് ആവുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ വൈ ഈസ് മൈ ഫേസ്ബുക്ക് ആഡ്സ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ്? എന്തുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്ക് ആഡ് റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നത്? റെസ്ട്രിക്റ്റഡ് ആയി പോകാൻ 5 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് പറഞ്ഞാൽ പോളിസി വയലേഷൻസ്, പേയ്മെൻറ്റ് ഇഷ്യൂസ്, സസ്പീഷ്യസ് ആക്ടിവിറ്റി, ലോ ആഡ് റിലവൻസ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക്, പ്രീവിയസ് വയലേഷൻസ്. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആഡ് അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും എന്തായാലും ഈ ഒരു ഇത് ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കുക. കാരണം എന്തായാലും ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആഡ് അക്കൗണ്ട് തുടങ്ങി പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം തുടങ്ങേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പോളിസി വയലേഷൻസിൽ വരുന്നത് പ്രൊഹിബിറ്റഡ് കണ്ടന്റ്, മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ, കൺട്രോവേഴ്സ്യൽ ടോപ്പിക്, ഡിസ്ക്രിമിനേഷൻ, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. ഓക്കെ. അപ്പോൾ ഈ പ്രൊഹിബിറ്റഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലീഗൽ ഡ്രഗ്സ്, വെപ്പൺസ്, അഡൾട്ട് പ്രോഡക്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രൊഹിബിറ്റഡ് കണ്ടന്റിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ് അപ്ലോഡ് ചെയ്താൽ എന്താവും? ഇങ്ങനത്തെ കണ്ടന്റുള്ള ആഡ്സ് നിങ്ങൾ ആഡ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നതാണ്. ഓക്കെ. പിന്നെ മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഡ് അക്കൗണ്ടിൽ നിങ്ങൾ ഫാൾസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാൾസ് ക്ലെയിമോ അല്ലെങ്കിൽ ഫേക്ക് എൻഡോഴ്സ്മെൻറ്റ്സോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസൊക്കെ നിങ്ങൾ ഫേക്ക് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസിങ് ഇൻഫർമേഷൻ ഫേക്ക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ടോ കാര്യങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കൺട്രോവേഴ്സ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ടോപ്പിക്കോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇവൻസോ എന്തെങ്കിലും പൊളിറ്റിക്കൽ പരമായ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങൾ ആഡ്സ് നിങ്ങൾ ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാം എന്ന് വെച്ചാൽ ലൈക്ക് അവരുടെ കളർ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ജെൻഡർ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ വെച്ചിട്ട് അവരല്ലെങ്കിൽ ഏജ് വെച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള പീപ്പിളിനെ ഒഴിവാക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുക അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആഡ് റെസ്ട്രിക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അസംഷനോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ആഡിലൂടെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അവരുടെ കൺസെൻറ്റോടെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. അവർ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റെസ്ട്രിക്റ്റഡ് ആയെന്നുള്ള ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഫേസ്ബുക്കായിട്ട് അവർ ഗൈഡ് ലൈനൊക്കെ ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് എല്ലാം കാണും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവർ ഫേസ്ബുക്ക് തന്നെ ഒരു ഡിസിഷൻ അപ്പീൽ ചെയ്യും. അതിന് അവർ റിവ്യൂ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അക്കൗണ്ട് അവർ റെസ്ട്രിക്റ്റഡ് മാറ്റാൻ പറ്റുമെങ്കിൽ അതുപോലെ മാറ്റി തരുന്നതായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഇഷ്യൂസ് കാരണം നിങ്ങൾ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഡിക്ലൈൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ UPI അക്കൗണ്ടോ എന്തെങ്കിലും ഇൻവാലിഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ പേയ്മെൻറ്റ് എല്ലാം പെൻഡിങ് ആവും, അങ്ങനെയെല്ലാം ആഡ് റെസ്ട്രിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് അൺപെയ്ഡ് ബാലൻസ്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, ഇപ്പോൾ നിങ്ങളെ ക്രെഡിറ്റ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് അത് ബാലൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ബില്ലിംഗ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ഇടയ്ക്കിടയ്ക്ക് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളടുത്ത് ഒരു വാർണിംഗ് പോലെ ഒരു മെസ്സേജ് വരും. ഇങ്ങനെ നിങ്ങൾ വെരിഫൈ ചെയ്യണം, റിക്വയർ വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബില്ലിംഗ് ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഇത് വരും. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ആവും. പിന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആഡ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പേയ്മെൻറ്റ് ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ടിൽ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്യുറേറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേ ചെയ്യുക. അതുപോലെ ബില്ലിംഗ് ഇൻഫർമേഷൻ വല്ല ഫേസ്ബുക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ വാലിഡ് ആണെന്നും സഫീഷ്യൻറ്റ് എമൗണ്ട് ഉണ്ടെന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സംശയ സംബന്ധമായ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സഡൻ ലാർജ് ഇൻക്രീസ് ഇൻ ആഡ് സ്പെൻഡ്.
ഇപ്പോൾ നിങ്ങളെ ആഡ് സ്പെൻഡ് പെട്ടെന്ന് ഒരു ഇൻക്രീസ് ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 1000 രൂപയ്ക്കാണ് ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അറിയാതെ കൈത്തട്ടി നിങ്ങൾക്ക് ഒരു 0 കൂടി 10,000 രൂപയായി. അപ്പോൾ നിങ്ങളെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി എന്ത് ചെയ്യും, ഫേസ്ബുക്ക് നിങ്ങളെ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 10,000 രൂപ ആക്കിയെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കായിട്ട് കോൺടാക്ട് ചെയ്തതിന് അവർ നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് മാറ്റി തരും. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് അൺയൂഷ്വൽ ലോഗിൻ പാറ്റേൺസ്. അൺയൂഷ്വൽ ലോഗിൻ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കൗണ്ട് കുറേ സ്ഥലത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നിന്നിട്ട് കുറേ പ്രാവശ്യം ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കും. നിങ്ങൾ ഫേസ്ബുക്കായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ മാറി തരും. അതുപോലെ അതർ അനോമലീസ് എന്ന് വെച്ചാൽ അപാകതകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരേ സമയത്ത് ചെറിയ ഷോർട്ട് ടൈമിൽ നിങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കുറേ പ്രാവശ്യം എഡിറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ നിങ്ങൾ ഹൈ വോളിയം ആഡ് ക്രിയേഷൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കും. അത് വെരിഫൈ ആയതിനു ശേഷം അവർ റെസ്ട്രിക്ഷൻ മാറ്റി തരുന്നതായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ ആഡ് റെലവൻസ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ലോ എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇടുന്ന ആഡ് ക്ലിക്കിങ്, ലൈക്കിങ്, ഷെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താവും, നിങ്ങളെ ആഡ്സ് അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ആഡിയൻസ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ടാർഗറ്റ് ആഡിയൻസ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ നിങ്ങളുടെ അക്കൗണ്ട് ആഡ് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കും. ഇത് അത്രയ്ക്ക് ഇടുന്ന റെസ്ട്രിക്ഷൻ അല്ല, കുറച്ച് പേർക്ക് വരാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഹൈ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ആഡ്സിന് എല്ലാവരും റിപ്പോർട്ട് അടിക്കുകയോ അല്ലെങ്കിൽ നിറയെ നെഗറ്റീവ് കമൻറ്റ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ റെലവൻ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യൂസർ ഫീഡ്ബാക്ക് മോണിറ്റർ ചെയ്യുക, ടാർഗറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ നല്ല ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് വയലേഷൻസ് ആണ്. പ്രീവിയസ് വയലേഷൻസ് എന്ന് പറയുമ്പോൾ മുമ്പേ ഉണ്ടായിരുന്ന വയലേഷൻസ് പിന്നെയും ചെയ്യുക എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ഒഫൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാർണിംഗ് വരും ഫേസ്ബുക്കിൽ നിന്ന്. അപ്പോൾ വാർണിംഗ് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ പിന്നെയും ആ ഒരു മിസ്റ്റേക്ക് തന്നെ പിന്നെയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഉടനെ ഡിസേബിൾ ചെയ്ത് കളയും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാറ്റേൺ ഓഫ് നോൺ കംപ്ലൈൻസ്. അപ്പോൾ ഈ ഫേസ്ബുക്കിന് കുറച്ച് പോളിസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്വർടൈസേഴ്സ് ബിഹേവിയർ ഫേസ്ബുക്ക് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് അവരുടെ പോളിസീസിന് കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കളയും. അതുപോലെ തന്നെ എക്സ്കലേഷൻ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എന്ത് ചെയ്യും, വാർണിംഗ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെയാണ് നിങ്ങൾ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഡേയ്സിനും 20 ഡേയ്സിനും റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ അതും കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ആ വൈലേഷൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫുള്ളായിട്ട് ഡിസേബിൾ ആയി, പിന്നെ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്റ്റ് വയലേഷൻസ് എല്ലാം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, പോളിസീസ് എല്ലാം കംപ്ലൈ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഒരു ആഡ് അക്കൗണ്ട് എപ്പോഴും ക്ലാരിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷന് വേണ്ടി അപ്പീൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇനി ഒരു മേജർ റീസൺസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് യുവർ ആഡ് അക്കൗണ്ട്, കോപ്പിറൈറ്റ്, ലീഗൽ ഇൻഫർമേഷൻ, യുവർ ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾ കാരണമായിരിക്കും കൂടുതൽ പേർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വെരിഫിക്കേഷൻ ഓഫ് യുവർ ആഡ് അക്കൗണ്ട്, നിങ്ങളിപ്പോൾ ആഡ് അക്കൗണ്ട് തുടങ്ങി കഴിയുമ്പോൾ തന്നെ അതിലൊരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ചിട്ടോ നിങ്ങൾ ആഡ് അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാവരും ചെയ്തിരിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ആഡ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോപ്പിറൈറ്റ്, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്തിരിക്കുക. വീഡിയോ കോപ്പി ചെയ്താലും കുഴപ്പമില്ല. വീഡിയോ കോപ്പി ചെയ്യുമ്പോൾ അവരുടെ ലോഗോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വാട്ടർ മാർക്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ പ്രൈമറി ടെസ്റ്റ് ഒന്നും കോപ്പി ചെയ്യാതിരിക്കുക. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവർ കോപ്പിറൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ലീഗൽ ഇൻഫർമേഷൻ ഇൻ യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലീഗൽ ഇൻഫർമേഷൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സെയിം നെയിം ആയിരിക്കണം. നിങ്ങളെ പേജിലല്ല, ഫേസ്ബുക്ക് അക്കൗണ്ടിൽ. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ക്ലിയർ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങളുടെ കറക്റ്റ് നെയിം ആയിരിക്കണം. നിങ്ങളുടെ ഡീറ്റെയിൽസും സ്ഥലങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവത്തുള്ളൂ. അപ്പോൾ ഈ 3 റീസൺസ് എന്തായാലും ഒന്ന് നോക്കുക. ഇത് കാരണമായിരിക്കും കൂടുതൽ പേർക്കും ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫേസ്ബുക്കായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും റിക്വസ്റ്റിങ്ങോ വെരിഫിക്കേഷനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചോദിക്കുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനോ ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ലീഗലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ പേയ്മെൻറ്റിനെ കുറിച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേയ്മെൻറ്റിൻ്റെ കാര്യം. പിന്നെ അതുപോലെ
വേറെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ FB ആഡ്സിൻ്റെ കാര്യം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ.